പീഡനത്തിൽ നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. അമ്മയുടെയും കുട്ടിയുടെയും മൊഴിയിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പ്രതികളുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. ബിജെപി ഉയർത്തുന്ന വെല്ലുവിളി നേരിടാൻ കോൺഗ്രസിനാവില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലെ കോലേബി സഖ്യം പൊടിതട്ടിയെടുക്കാൻ ശ്രമം നടക്കുന്നതായി ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദനും പറഞ്ഞു. തിരുവനന്തപുരത്ത് EMS അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. നിയമസഭാ മന്ദിരത്തിന് മുന്നിലെ EMS പ്രതിമയിലെ പുഷ്പാർച്ചനയോടെയാണ് തലസ്ഥാനത്തെ അനുസ്മരണ ചടങ്ങ് ആരംഭിച്ചത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ VS അച്യുതാനന്ദനും പുഷ്പാർച്ചന നടത്തി. BJP ഉയർത്തുന്ന വെല്ലുവിളി നേരിടാൻ കോൺഗ്രസിനാവില്ലെന്ന് തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ കോടിയേരി പറഞ്ഞു. 10 ദിവസമായി പ്രസിഡന്റ് ഇല്ലാത്ത KPCC ആണ് കേരളത്തിലെ KPCC, തലയില്ലാത്ത KPCC. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു തീരുമാനവും എടുക്കാൻ കഴിയാത്ത, RSSന്റെ മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന, BJPയുടെ മുമ്പിൽ പരിങ്ങി നിൽക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഈ രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കില്ല. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലും കോലീബി സഖ്യം പൊടിതട്ടിയെടുക്കാൻ ശ്രമമുണ്ടെന്ന് VS. 4 വോട്ടിനും 2 സീറ്റിനും വേണ്ടി ഏത് ജനവിരുദ്ധ പാർട്ടികളുമായി കൂട്ടുകൂടുന്നതിൽ അവർക്ക് ഒരു മടിയുമില്ല. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലും ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. LDF കൺവീനർ വൈക്കം വിശ്വൻ, മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവരും അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. RSS പാർലമെന്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത സംഘടനയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. രാജ്യത്ത് RSS രാഷ്ട്രീയ കുതിര കച്ചവടത്തിന് ശ്രമിക്കുന്നു. CPIMന്റെ നേതാക്കളെ വഴി നടക്കാൻ അനുവദിക്കില്ല എന്നതാണ് RSS നയമെന്നും കോൺഗ്രസിനും BJPക്കും ബദൽ ശക്തിയാകാൻ CPIMന് കഴിയുമെന്നും കോടിയേരി പറഞ്ഞു. ഹിന്ദുത്വം പ്രചരിപ്പിക്കുന്നത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടല്ല, ഹിന്ദുവിന്റെ താല്പര്യം സംരക്ഷിക്കാനല്ല ഹിന്ദുത്വം പ്രചരിപ്പിക്കുന്നത്. 3 കൊല്ലം അധികാരത്തിൽ വന്ന BJP ഏത് ഹിന്ദുവിന്റെ താല്പര്യമാണ് രക്ഷിച്ചത്? തൊഴിലാളികളും കൃഷിക്കാരും കർഷക തൊഴിലാളികളുമായ ഹിന്ദുക്കളുടെ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ല. BJP പ്രതിദാനം ചെയ്യുന്നത് കോർപ്പറേറ്റുകളെയാണ് പ്രതിദാനം ചെയ്യുന്നത്. ഇന്ത്യയിലെ ബൂർഷ്വാ ഭൂപ്രഭുത്വ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതിന്റെ ലക്ഷണമൊത്ത ഒരു സർക്കാരാണ് ഇന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള മോദിയുടെ സർക്കാർ. EMS നമ്പൂതിരിപ്പാട് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 19 വർഷം. വർഗീയ കോമരങ്ങൾ അഴിഞ്ഞാടുന്ന വർത്തമാനകാലത്ത് EMSന്റെ വാക്കുകളുടെ പ്രാധാന്യം പ്രസക്തമാണ്. EMSന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ രക്തപുഷ്പങ്ങൾ അർപ്പിച്ച് കേരളം. സഖാവ് EMS നമ്പൂതിരിപ്പാട് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 19 വർഷമാകുന്നു. ജന്മിത്തം കൊടികുത്തി വാഴുന്ന കാലഘട്ടത്തിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ തീഷ്ണമായ സമരങ്ങളിൽ പങ്കാളിയായാണ് EMS പൊതുപ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് സ്വത്ത് ജീവിതം ത്യജിച്ച് ജന്മിത്വത്തിന്റെയും സമ്പത്തിന്റെയും അധികാരവും സൗകര്യങ്ങളും വിട്ടെറിഞ്ഞ് ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ പൂണൂലറുത്തുമാറ്റി കാലത്തെയും ചരിത്രത്തെയും തനിക്കൊപ്പം നടത്തിയ EMS ഒരു അത്ഭുതം തന്നെയാണ് സൃഷ്ടിച്ചത്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് നേതൃത്വം നൽകിയ EMS അഖിലേന്ത്യാ തലത്തിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവനയാണ് നൽകിയത്. തൊഴിലാളി വർഗത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ലളിതമായ സ്വന്തം ജീവിതത്തിലൂടെ മലയാളികൾക്ക് മാതൃകയായി EMS എന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. നല്ല രാഷ്ട്രീയക്കാരനാവാൻ വേണ്ട പ്രധാന ഗുണം 1 സത്യസന്ധതയും മര്യാദയും, 2 ജനങ്ങളോടുള്ള അടുപ്പം, ജനങ്ങളെ സേവിക്കാനുള്ള സന്നദ്ധത. ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും അദൃശ്യ തടവറയ്ക്കുള്ളിൽ ഭയന്നു വിറച്ചു നിൽക്കുകയായിരുന്ന മനുഷ്യ മനസ്സുകളെ മോചിപ്പിക്കാൻ അദ്ദേഹം തന്റെ ജീവിതം തന്നെ മാറ്റിമറച്ചു. ലോകത്തിലാദ്യമായി ജനാധിപത്യ വ്യവസ്ഥയിലൂടെ ഭരണത്തിലെത്തിയ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന സവിശേഷണവും EMSന് സ്വന്തം. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. വർഗീയതയ്ക്കെതിരെയും ജന്മിത്വ സമ്പ്രദായത്തിനെതിരെയും ശക്തമായ പോരാട്ടമാണ് EMS നടത്തിയത് എന്നതിന് ഒരു ഉദാഹരണമാണ് ജന്മിത്വ സമ്പ്രദായത്തിന്റെ അടിവേറക്കുന്ന രീതിയിൽ EMS സർക്കാരിന്റെ കാലത്ത് അവതരിപ്പിക്കപ്പെട്ട ഭൂപരിഷ്കരണ ബിൽ. ചരിത്രമെന്നത് സമ്പന്നന്റെയും രാജാക്കന്മാരുടെയും ജീവചരിത്രം മാത്രമല്ലെന്നും കീഴാളനും അടിച്ചമർത്തപ്പെടുന്നവനും ചരിത്രം നിർമ്മിക്കാൻ സ്ഥാനമുണ്ടെന്നും EMS ഉറക്കെ പറഞ്ഞു.
വർഗീയതയുടെ അന്തരീക്ഷം വളരുന്ന, വർഗീയ കോമരങ്ങൾ കൊടികുത്തിവാഴുന്ന, അസഹിഷ്ണുതയുടെ വർത്തമാനങ്ങൾ രാജ്യത്തിന്റെ മതേതര മനസ്സുകളെ വ്രണപ്പെടുത്തുന്ന ഈ കാലത്ത് EMSന്റെ വാക്കുകളുടെ പ്രാധാന്യം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല. കേരളത്തിന്റെ മനസ്സിൽ എക്കാലവും EMS ജീവിക്കും, ഒരു രക്തനക്ഷത്രമായി. ന്യൂസ് ഡെസ്ക്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഹൈദരാബാദിൽ. ഹൈദരാബാദ് CPIM സംസ്ഥാന സെക്രട്ടറി T വീരഭദ്രൻ നയിക്കുന്ന പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മുഖ്യ അതിഥിയായി പങ്കെടുക്കും. മുഖ്യമന്ത്രിമാരായ ശേഷം ആദ്യമായി ഹൈദരാബാദിലെത്തുന്ന പിണറായി വിജയന് മലയാളികൾ പ്രത്യേക സ്വീകരണവും ഒരുക്കിയിട്ടുണ്ട്. മൂവാറ്റുപുഴയിൽ സിനിമാ പ്രവർത്തകരെ വഴിയിൽ തടഞ്ഞ് വാഹനം പരിശോധിച്ച സംഭവത്തിൽ പോലീസിന് തെറ്റുപറ്റിയിട്ടില്ലെന്ന് റൂറൽ SP AV ജോർജ്. വാഹനത്തിന്റെ ചില്ലുകൾ സ്റ്റിക്കർ ഒട്ടിച്ചു മറയ്ക്കുന്നത് കുറ്റകരമായതിനാലാണ് പരിശോധിച്ചത്. ഇതിനിടെ കുറ്റകൃത്യം കണ്ടെത്തിയിട്ടും പിഴ ഈടാക്കാതെ വാഹനം വിട്ടുകൊടുത്ത മൂവാറ്റുപുഴ DYSPയോട് റൂറൽ SP വിശദീകരണം തേടുകയും ചെയ്തു. സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന കടുത്ത വരൾച്ച കുട്ടനാടൻ കാർഷിക മേഖലയെ തകർത്തു. നൂറുകണക്കിന് കർഷകർക്ക് കൃഷി ഉപേക്ഷിക്കേണ്ടി വന്നു. 5000 ഹെക്ടറിലാണ് വ്യാപക നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. കർഷകർക്ക് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത്. കണ്ണൂരിൽ ഇന്നലെ ഉണ്ടായ ആക്രമണത്തിൽ 4 CPIM പ്രവർത്തകർക്ക് പരിക്കേറ്റു. കണ്ണൂർ എടക്കാട് 3 പേരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. തലശ്ശേരി ടെമ്പിൾ ഗേറ്റിൽ ഒരാൾക്ക് മർദ്ദനത്തിലാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ പരിയാരം മെഡിക്കൽ കോളേജിലും മറ്റു 2 പേരെ തലശ്ശേരി സഹകരണ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആക്രമണങ്ങൾക്ക് പിന്നിൽ BJP RSS പ്രവർത്തകരാണെന്ന് CPIM ആരോപിച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത സ്ഥലത്ത് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. മെത്രാൻകായലിലെ നെൽകൃഷി തടസ്സപ്പെടുത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട ഭൂമാഫിയ കൊയ്ത്തിനെതിരെയും രംഗത്ത്. നെല്ല് കൊയ്യാനാകാതെ നശിക്കുന്നുവെന്ന പ്രചാരണം വ്യാപകമാവുകയാണ്. അതേസമയം ആദ്യമായി മെത്രാൻകായലിൽ കൊയ്ത്ത് യന്ത്രം ഇറക്കി ഭൂമാഫിയയ്ക്ക് മറുപടി നൽകി സംസ്ഥാന സർക്കാരും രംഗത്ത് വന്നു. വർഷങ്ങളായി തരിശായി കിടന്ന് കൃഷിയോഗ്യമാക്കിയ കോഴിക്കോട് പേരാമ്പ്ര ആവളപ്പാണ്ടി കൊയ്ത്തുത്സവത്തിന് ഒരുങ്ങി. കൊയ്ത്തുത്സവം മന്ത്രി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. റവന്യൂ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം 21 വർഷമായി ഭൂമി പോക്കുവരവ് ചെയ്യാനാവാതെ ഒരു കുടുംബം. തിരുവനന്തപുരം ചാല കച്ചേരി വീട്ടിൽ സുബൈറും കുടുംബവുമാണ് ഭൂമി സ്വന്തം പേരിലാക്കാൻ 2 പതിറ്റാണ്ടിലധികമായി സർക്കാർ ഓഫീസുകളും കോടതികളും കയറിയിറങ്ങുന്നത്. പിന്നിൽ ക്വാറി മാഫിയകളാണെന്നാണ് സുബൈർ ആരോപിക്കുന്നത്. ക്യാമ്പസുകളെ അരാഷ്ട്രീയവൽക്കരിച്ചാൽ യുവതലമുറയ്ക്ക് ദിശാബോധം നഷ്ടമാവുകയും മതനിരപേക്ഷതയ്ക്ക് വെല്ലുവിളി ഉയരുകയും ചെയ്യുമെന്ന് പ്രമുഖ മാധ്യമപ്രവർത്തകനും കൈരളി TV മാനേജിംഗ് ഡയറക്ടറുമായ ജോൺ ബ്രിട്ടാസ് അഭിപ്രായപ്പെട്ടു. SFI കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പ്രതിഭാസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജോൺ ബ്രിട്ടാസ്. മൂലധന ശക്തികൾ വിദ്യാഭ്യാസ രംഗം നിയന്ത്രിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളതെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മന്ത്രി C രവീന്ദ്രനാഥ് പറഞ്ഞു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമൂഹ്യ പ്രതിബദ്ധതാ പദ്ധതിയുടെ ഭാഗമായി ഡിജിറ്റൽ വില്ലേജ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പൊതുജനങ്ങൾക്ക് സൗജന്യ ഇന്റർനെറ്റ് ബാങ്കിംഗ് സംവിധാനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിയ പദ്ധതിക്കാണ് തുടക്കമായത്. തൃശൂർ 3 പീടികയിൽ നടന്ന ചടങ്ങിൽ കയ്പമംഗലം MLA E.T. ടൈസൺ മാസ്റ്റർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ രജനീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു.